ഹോർമുസ് കടലിടുക്ക് അതല്ലെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് നമുക്കെല്ലാം സുപരിചിതമാണ്. ഇതുപോലെ ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സ്ട്രെയ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ട് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കടൽ വഴികളെയാണ് നമ്മൾ കടലിടുക്ക് അതല്ലെങ്കിൽ സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക, ഇന്തോനേഷ്യക്കും മലേഷ്യക്കും ഇടയിലൂടെ അന്തമാൻ സിയെയും സൗത്ത് ചൈന സിയെയും ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്കിലൂടെയാണ് ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ 25% കടന്നുപോകുന്നത്. രണ്ട് ജിബ്രാൾട്ടർ കടലിടുക്ക്. അറ്റ്ലാന്റിക് ഓഷ്യൻ, മെഡിറ്ററേനിയൻ സീ എന്നീ രണ്ട് കടലുകളെ ബന്ധിപ്പിക്കുന്ന ഈ സ്ട്രെയ്റ്റ് ആഫ്രിക്കയിലെ മൊറോക്കോ, യൂറോപ്പിലെ സ്പെയിൻ എന്നീ രണ്ട് രാജ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആഫ്രിക്കയുടെയും യൂറോപ്പിൻ്റെയും നാച്ചുറൽ ബൗണ്ടറിയായി കണക്കാക്കപ്പെടുന്നു. മൂന്ന് ബാബുൽ മന്ദബ് സ്ട്രെയ്റ്റ്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും നാച്ചുറൽ ബൗണ്ടറിയായ ഈ കടലിടുക്ക് ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏഡനെയും കണക്ട് ചെയ്യുന്നു. ഏഷ്യയിലെ യമൻ, ആഫ്രിക്കയിലെ ജിബൂത്തി, എറീത്രിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെയാണ് ഈ കടലിടുക്ക് കടന്നു പോകുന്നത്. നാല് ബോസ്ഫറസ് സ്ട്രെയ്റ്റ്. തുർക്കിയിലെ ഇസ്തംബൂൾ സിറ്റിയിലൂടെ കടന്നു പോകുന്ന ബോസ്ഫറസ് സ്ട്രെയ്റ്റ് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും നാച്ചുറൽ ബൗണ്ടറിയാണ്. ബ്ലാക്ക് സീ, സീ ഓഫ് മർമര എന്നീ രണ്ട് കടലുകളെയാണ് ബോസ്ഫറസ് സ്ട്രെയ്റ്റ് ബന്ധിപ്പിക്കുന്നത്. 5 പാൾക്ക് സ്ട്രെയ്റ്റ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ കടന്നു പോകുന്ന പാൾക്ക് സ്ട്രെയ്റ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ ഗൾഫ് ഓഫ് മന്നാറിനെയും ബേ ഓഫ് ബംഗാളിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്.